യദുവിന് കട്ട സപ്പോർട്ടുമായി ഫുൾ സപ്പോർട്ടുമായി ഒരു കൂട്ടം കൂട്ടായ്മക്കാർ സെക്രട്ടേറിയറ്റിൽ. ഇനി ആര്യയ്ക്ക് എന്ത് സംഭവിക്കും? അപേക്ഷയാണ്. ഇവിടുത്തെ എല്ലാ അധികാര നീതിപീഠങ്ങളോടുമായിട്ടുള്ള ഒരു അപേക്ഷയാണ്. ഒന്നെങ്കിൽ ആ സാധുവിനെ ജോലി കൊടുക്കുക, അതല്ലെങ്കിൽ അദ്ദേഹത്തെ പിരിച്ചുവിടുക. പറഞ്ഞോളൂ. ഈ നീതി നിഷേധത്തിനെതിരെ ഒരു രാഷ്ട്രീയ സംഘടനയുടെയോ ഒരു കൊടിയുടെയോ കീഴിലല്ലാതെ ആരുടെയും പിൻബലമില്ലാതെ ഈ നീതി നിഷേധം നാളെ ഞങ്ങൾക്കും സംഭവിക്കാമെന്നുള്ള തിരിച്ചറിവ് മനസ്സിലാക്കിക്കൊണ്ട് വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്ന നിങ്ങൾ എന്തെങ്കിലും ഒരു സംഘടന ആൾക്കാരാണ്? അല്ല, ഒരു സംഘടനയില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ഒത്തുകൂടിയല്ലായിരുന്നു? ഞാൻ ആദ്യം ചെർപ്പളശ്ശേരി, പാലക്കാട് ജില്ലയിലാണ് എൻ്റെ. ചെർപ്പളശ്ശേരി എന്ന സ്ഥലത്ത് ഞാൻ ഇതേപോലെ ഒരു പോസ്റ്റർ പിടിച്ച് ഒറ്റയ്ക്ക് നിന്നു, ഒരു ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്കായിരുന്നു. അതെ. അന്ന് വൈകിട്ട് ഭരണപക്ഷത്തിന്റെ കുറെ ആളുകൾ വിളിച്ച് തെറി പറയാൻ വിളിച്ചു. അതിലൂടെ കുറെ ആൾക്കാർ അപ്രിഷിയേറ്റ് ചെയ്യാൻ വിളിച്ചു. അതിനൊപ്പം പാലക്കാടിലെ വർമ്മ സാറിനെ പോലുള്ള ആളുകൾ ഞങ്ങൾക്കും പ്രതിഷേധിക്കണമെന്നുണ്ട്, എങ്ങനെയെന്ന് പറഞ്ഞു വിവരിച്ച് പാലക്കാട് ഒരു കൂട്ടായ്മ നടത്തി. പാലക്കാടിൽ നിന്നുണ്ടായ കൂട്ടായ്മ നിങ്ങൾ തുടങ്ങി. ഇതിപ്പോ ഞങ്ങൾ നടത്തിയത് 11ാമത്തെ ഞങ്ങളുടെ പ്രതിഷേധ കൂട്ടായ്മ. പിന്നെ ഞങ്ങൾക്കൊരു സംഘടനയുടെ പിൻബലം ഇല്ലാത്തതുകൊണ്ട്, ഇതിനൊരു ഫണ്ടിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, എല്ലാവർക്കും എല്ലാ സ്ഥലത്തേക്ക് ഇത്ര ദൂരം യാത്ര ചെയ്ത് വരാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ആണ് ആളുകൾ കുറഞ്ഞു. ഇന്നേ ദിവസം സംസ്ഥാനത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ താലൂക്കുകളിലും ഈ പരിപാടി ഒറ്റയാൾ പ്രതിഷേധമായും കൂട്ടായ്മയും ഇന്ന് നീതി നിഷേധം നീതി നിഷേധത്തിന്റെ 90 നാളുകൾ തികയുന്ന ദിവസമാണ്. അതെ. തിരുവനന്തപുരം മേയർ ആര്യയും യദുവും തമ്മിലുണ്ടായ വിഷയത്തിനുമായി ബന്ധപ്പെട്ട് ഇന്നേക്ക് 90 ദിവസമാവുന്നു. 90 ദിവസമായി പിരിച്ചുവിട്ട യദുവിനെ സർവീസിൽ ഒന്നുകിൽ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി ഒറ്റയാൾ പട്ടാള പ്രതിഷേധത്തിൽ തുടങ്ങിയ കൂട്ടായ്മ, പാലക്കാട് നിന്നുള്ളൊരു കൂട്ടായ്മ ഇന്ന് എല്ലാ ജില്ലകളിലെയും പ്രമുഖ ആസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്കും കൂട്ടമായും പ്രതിഷേധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള പ്രതിഷേധ സമരത്തിൻ്റെ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ദൃശ്യമാണിത്. യദുവിന് പരാതി ഉണ്ടോ എന്നുള്ളതല്ല, യദുവിനോട് കാണിച്ചത് നീതി നിഷേധമാണ്. ഞങ്ങൾക്ക് വേണ്ടിയാണ്. നാളെ ഇത് ഞങ്ങൾക്കാവാം. ഇന്ന് നീ നാളെ ഞാൻ പറഞ്ഞ പോലെ അതുണ്ടാകും. അതിനെതിരെ പ്രതികരിക്കുകയാണ്. ജനം ഇറങ്ങിത്തിരിക്കും. അല്ല, അതൊക്കെ അങ്ങനെ വിചാരിച്ചത്, അതിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ കൈ പോക്കറ്റിന് സംസാരിക്കാൻ അങ്ങനെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് നിശബ്ദ കൂട്ടായ്മ ഈ ബാനറിൽ തന്നെ പറയുന്നത് ഒരു ബൈക്ക് 2 വാക്ക് പറയാനുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.